ഒരു അപകടത്തിനോ ആക്രമണത്തിനോ ശേഷം അല്ലെങ്കിൽ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു സന്ദർഭം നടന്നതിന് ശേഷം നാളുകളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ പിന്നിട്ടു എങ്കിൽ പോലും പലപ്പോഴും ആ ഒരു സാഹചര്യത്തിലെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കാതെ തന്നെ കടന്നു വരികയും നിങ്ങളുടെ ഉറക്കമൊക്കെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് PTSD ആവാം, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. PTSD എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം നമുക്കുണ്ടാകാവുന്ന ഒരു മാനസിക ആരോഗ്യ അവസ്ഥയാണ് ഇത്. ഒരു ഇൻക്രീസ്ഡ് ആയിട്ടുള്ള സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ ഉണ്ടാവുക. ഈ ട്രോമാറ്റിക് ഇൻസിഡൻറ്റ് എന്ന് പറയുമ്പം അതെന്തുമാകാം. ഒരു പക്ഷേ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്കുണ്ടാകുന്നൊരു ആക്സിഡൻറ്റ് കൊണ്ടാവാം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കൈയൊടിയുക, ഒരു ഓപ്പറേഷൻ, ഒരു ക്യാൻസർ പോലുള്ളൊരു രോഗം നമുക്കുണ്ടാവുക, അതുകൊണ്ടാവാം. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് കൊണ്ട് നമുക്കൊരു ട്രോമ ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഒരു റോഡിൽ നിൽക്കുകയാണ്, പെട്ടെന്ന് ഒരാൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, അപ്പം അത് നമുക്കൊരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആവാം. അതുമല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, ഈ വെള്ളപ്പൊക്കം പോലുള്ള കാര്യങ്ങളിൽ രക്ഷിക്കാൻ പോകുന്ന ആൾക്കാരില്ലേ, അപ്പം അങ്ങനെയുള്ളവർ, അതേപോലെ തന്നെ എന്തെങ്കിലും ഫിസിക്കൽ അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള അസോൾട്ട് നേരിടുന്നവർ, അങ്ങനെ ഏതൊരു രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഒരു ട്രോമ ഉണ്ടാവാം. അപ്പം ഇങ്ങനെയുള്ളൊരു ഓരോ ട്രോമകൾക്ക് ശേഷവും ഭയങ്കര ഡിപ്രഷൻ, ആൻസൈറ്റി, അല്ലെങ്കിൽ നമ്മളുടെ മൂഡ് എപ്പോഴും സ്ട്രെസ്ഡ് ആവുക, മൂഡ് ഭയങ്കര ലോ ആവുക, നമ്മളെപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കുക, അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും അതിൻ്റെ ചിന്തകളും ഓർമ്മകളും ഒക്കെ വീണ്ടും വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരിക, ഇതൊക്കെ PTSDയുടെ ഭാഗമാണ്. ഇനി നമുക്ക് PTSDയുടെ സിംറ്റംസിനെ നോക്കാം. പ്രധാനമായും 4 രീതിയിൽ ഇതിനെ തിരിച്ചിരിക്കുന്നു. ആദ്യത്തേത് ഇൻട്രൂഷൻ അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് എന്ന് നമുക്ക് പറയാം. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിന് ശേഷം ആ ഒരു വ്യക്തി ആഗ്രഹിക്കാതെ തന്നെ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഓർമ്മകൾ, ചിത്രങ്ങൾ അയാളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും അതിനെ ഒന്ന് തടയാൻ പറ്റാത്ത ഒരു അവസ്ഥ. അത് ആ ഒരു വ്യക്തിയിൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കവും സമ്മർദ്ദവും ഒക്കെ ചെലുത്തുന്നു. അതേപോലെ തന്നെ ആ ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണുന്ന ഒരു അനുഭവം. ഇതിനെ നമുക്ക് ആദ്യത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റം എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ സിംറ്റമാണ് അവോയ്ഡൻസ്. അതായത് ആ ഒരു ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, വ്യക്തികൾ, സാധനങ്ങൾ, പേരുകൾ എല്ലാം തന്നെ മനഃപൂർവ്വമായി നമ്മൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അവോയ്ഡ് ചെയ്യുന്നു. അടുത്തതായിട്ട് അവോയ്ഡൻസ്, അതായത് ആ ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ, സ്ഥലങ്ങൾ, സന്ദർഭങ്ങൾ, വ്യക്തികൾ എല്ലാം തന്നെ മനഃപൂർവ്വമായിട്ട് ആ ഒരു വ്യക്തി അവോയ്ഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒഴിവാക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ഒരു സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സംഭവമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷനിലോട്ടായി അദ്ദേഹം പോകുമ്പോൾ അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നു. സോ ആ ഒരു സന്ദർഭങ്ങളെ എല്ലാം അവോയ്ഡ് ചെയ്യുന്നു. ഇനി അറോസൽ ആൻഡ് റിയാക്ടിവിറ്റി, ഒരു ഇമോഷണൽ നംനെസ്, ആളുകളിൽ നിന്ന് മാറുക, അല്ലെങ്കിൽ എങ്ങനെ ഒരു സന്ദർഭത്തിനോട് റിയാക്ട് ചെയ്യണം എന്ന് അറിയാതിരിക്കുക, പെട്ടെന്ന് ഹൈപ്പറായിട്ട് റിയാക്ട് ചെയ്യുക, അതേപോലെ തന്നെ ഉറക്കത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുക. പിന്നെ ഇവർ എപ്പോഴും മേ ബി ഹൈപ്പർ വിജിലൻ്റ് ആയിരിക്കും, എല്ലാ കാര്യത്തിനോടും ഭയങ്കര വിജിലൻ്റ് ആയിരിക്കും, ഒരു ശ്രദ്ധ കാണും, ഇനി എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഇതുപോലെ നടക്കുമോ എന്നൊരു ശ്രദ്ധ അവർക്ക് കാണും. ദെൻ ദി ലാസ്റ്റ് വൺ ആണ് കോഗ്നിഷൻ ആൻഡ് മൂഡ് ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യം. അതായത് ഇവർക്ക് എപ്പോഴും ഭയങ്കര ലോ മൂഡായിരിക്കും, ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഒക്കെ ആയിരിക്കും ഇവരുടെ മനസ്സിൽ എപ്പോഴും വരിക. അതേപോലെ തന്നെ പണ്ട് അവർക്ക് സന്തോഷം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സന്തോഷം കിട്ടാത്തൊരു അവസ്ഥ. ഓക്കെ, ഈ സിംറ്റംസ് ഒക്കെ 1 മന്തിൽ കൂടുതൽ ഒരാളിൽ ഉണ്ട് എന്നുണ്ടെങ്കിലാണ് നമ്മളതിനെ PTSD എന്ന് വിളിക്കുക. അതേപോലെ തന്നെ എസിസ്റ്റിംഗ് ആയിട്ടുള്ള മെൻ്റൽ കണ്ടീഷൻ, ചൈൽഡ്ഹുഡ് ട്രോമ, ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ട്, ഇങ്ങനെയുള്ളവരിലൊക്കെ ഈ PTSD ഉണ്ടാവാനുള്ള ചാൻസസ് ഹൈ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ശരിയായ ചികിത്സാ രീതിയിലൂടെ നമുക്ക് ഈ ഒരു കണ്ടീഷനെ അതിജീവിക്കാൻ സാധിക്കും. ഒരു ലോങ് ടേം സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുക. മെഡിക്കേഷൻസിൻ്റെയും അതേപോലെ തന്നെ സൈക്കോതെറാപ്പിയുടെയും ഫാമിലി അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ടും ഒക്കെ ഇതിൻ്റെ മാനേജ്മെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, PTSD എന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് ഒരു ട്രോമയ്ക്ക് ശേഷം നമ്മളുടെ മനസ്സും ശരീരവും നൽകുന്ന ശരിയായ ഒരു പ്രതികരണമാണ് എന്ന് നമുക്ക് പറയാം.
സഹായം തേടുന്നത് ധൈര്യത്തിൻ്റെ ഒരു അടയാളമാണ്. നമ്മുടെ ശരീരത്തിന് ഒരു രോഗം വരുമ്പോൾ നമ്മൾ ചികിത്സിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ മനസ്സിനും ചികിത്സ ആവശ്യമാണ്. താങ്ക് യു.